ദൈവത്തിൽ സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണല്ലോ. നമുക്കെല്ലാവർക്കും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമ്മുടെ അപേക്ഷകളെ പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും യേശുവിൽ നിന്ന് സാധിച്ചു തരുവാൻ നമുക്ക് ഒന്നു ചേർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വരുവാൻ ഞങ്ങൾ അയോഗ്യരാണ്. ഞങ്ങളുടെ പാപങ്ങളാലും കുറവുകളാലും അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ നിരാകരിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങയോട് മാനസാന്തരപ്പെടുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും സകല മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ, നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കായി നമ്മുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗാരോപിതയായ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട മനോഹരമായ തിരുനാൾ ദിനത്തിൽ ഞങ്ങൾ അങ്ങയുടെ മാതൃപാദങ്ങളിൽ വീണു പ്രണമിക്കുന്നു. ഈ ലോകത്തിൻ്റെ പാപക്കറകളേൽക്കാതെ ഇളകി നിൽക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് അമ്മേ അങ്ങ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ രാജകുമാരിയായ അമ്മേ, ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെയും അന്ധകാരങ്ങളിലൂടെയും കടന്നു പോകുന്ന ഈ സമയത്ത് അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ രോഗങ്ങളെയും സാമ്പത്തിക തകർച്ചകളെയും അവിശ്വാസങ്ങളെയും അങ്ങയുടെ വിശുദ്ധകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ഒരു പ്രാർത്ഥനാ നിമിഷം അങ്ങയോടൊപ്പം ആയിരിക്കാനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പുത്രനായ ഈശോയുടെ തിരുമുമ്പിൽ അർപ്പിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ 2:1-5 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലിയായിലെ കാനായിൽ ഒരു കല്യാണ വിരുന്ന് നടക്കുകയായിരുന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. കാനായിലെ കല്യാണ വീട്ടിൽ മാനം കെട്ടു പോകേണ്ടിയിരുന്ന ഒരു കുടുംബത്തിൻ്റെ സങ്കടം ആദ്യം അറിഞ്ഞത് അമ്മയാണ്. അവർ അപേക്ഷിച്ചില്ല, കരഞ്ഞില്ല. പക്ഷേ അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ ആ കുറവ് കണ്ടു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാളെ എന്തു ചെയ്യുമെന്നറിയാത്ത സാമ്പത്തിക നെട്ടോട്ടങ്ങളുണ്ട്. ബാങ്ക് ലോണുകൾ, വ്യക്തിഗത കടങ്ങൾ, ബിസിനസ്സിലെ നഷ്ടങ്ങൾ, നിത്യനിദാന ചെലവുകൾക്ക് പോലും കയ്യിൽ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. ഇതെല്ലാം കാനായിലെ വീഞ്ഞു തീർന്ന അവസ്ഥയ്ക്ക് തുല്യമാണ്. പരിശുദ്ധ അമ്മ ഇന്നും പറയുന്നു, അവർക്ക് സമാധാനമില്ല, അവർക്ക് അപ്പമില്ല, അവരുടെ കയ്യിൽ ധനമില്ല. ഈശോയോട് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ അമ്മ തയ്യാറാണ്. എന്നാൽ അമ്മ നൽകുന്ന ഉപദേശം ഒന്നേയുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അതായത് ദൈവ വഴിയിൽ ജീവിക്കുക, സത്യസന്ധമായി അധ്വാനിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുവാൻ ഹൃദയം തുറന്ന് എല്ലാവരും ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. കാനായിലെ അത്ഭുതത്തിന് കാരണക്കാരിയായ കരുണാമയിയായ പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിലെ ഭൗതികവും സാമ്പത്തികവുമായ സകല തകർച്ചകളെയും ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ വയ്ക്കുന്നു. കടബാധ്യതകൾ കാരണം ഞാൻ അനുഭവിക്കുന്ന അപമാനവും ഉറക്കമില്ലാത്ത രാവുകളും അങ്ങ് കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളും കടങ്ങളും മനസ്സിൽ ഓർത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മേ, അങ്ങയുടെ മകനായ ഈശോയോട് എനിക്കായി അപേക്ഷിക്കണമേ. കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ എൻ്റെ ശൂന്യതയെ അവിടുത്തെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ. ശരിയായ രീതിയിൽ ധനം സമ്പാദിക്കാനുള്ള ബുദ്ധിയും അത് സൂക്ഷ്മതയോടെ ഉപയോഗിക്കാനുമുള്ള വിവേകവും അധ്വാനിക്കാനുള്ള ആരോഗ്യവും എനിക്ക് നൽകണമേ. കടങ്ങളുടെ കെട്ടുകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് സ്വതന്ത്രമായി സമാധാനത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ 19-ാം അധ്യായം 25-27 വരെയുള്ള വചനങ്ങൾ. ഈശോയുടെ കുരിശിനടുത്ത് അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും
ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അതിനുശേഷം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ നെഞ്ചുരുകി നിന്ന മാതാവിനോളം വേദന മനസ്സിലാക്കിയ വേറെ ഒരാളുമില്ല. മകൻ്റെ ചമ്മട്ടിടയേറ്റ മുറിവുകൾ, മുള്ളുകൾ തുളച്ചു കയറിയ തിരുശിരസ്, ആണിയടിക്കപ്പെട്ട കരചരണങ്ങൾ, ഇതെല്ലാം കണ്ടുനിന്ന അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയി. ഇന്ന് രോഗങ്ങളുടെയും വേദനകളുടെയും കുരിശുമേതി നട്ടം തിരിയുന്ന നമ്മെ അവിടുന്ന് കാണുന്നു. ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, മനസ്സിലെ അസ്വസ്ഥതകൾ, വിഷാദം, ഭയം, ഉത്കണ്ഠ, ഇതെല്ലാം പേറുന്ന നമ്മോട് ഈശോ പറയുന്നു, ഇതാ നിന്റെ അമ്മ. നമ്മുടെ രോഗക്കിടക്കകളിൽ അമ്മ കാവലുണ്ട്. അമ്മയുടെ മാതൃപരിചരണം നമുക്ക് സൗഖ്യം നൽകും. നമുക്ക് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ രോഗശയ്യയിൽ കിടക്കുന്നവരും അല്ലെങ്കിൽ ആശുപത്രിയിലായി രോഗശയ്യയിൽ കിടക്കുന്നവർക്കും മുമ്പിൽ ഈ പ്രാർത്ഥന അവരെ കേൾപ്പിക്കുക. അവരുടെ കൂടെ ഇരുന്ന് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. സകല രോഗികളുടെയും ആരോഗ്യവും ദുഃഖിതരുടെ ആശ്വാസവുമായ അമ്മേ, രോഗങ്ങളുടെയും വേദനകളുടെയും നടുവിൽ കിടന്ന് നിലവിളിക്കുന്ന അങ്ങയുടെ മക്കളെ ദയവായി കടാക്ഷിക്കണമേ. ഈ സമയം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളെല്ലാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുൻപിൽ താം സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. അങ്ങയുടെ മകൻ്റെ കുരിശിലെ തിരുമുറിവുകൾ വഴി എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയുടെ പരിശുദ്ധ രക്തം എൻ്റെ രക്തധമനികളിലൂടെയും അവയവങ്ങളിലൂടെയും ഒഴുകി സകല അസുഖങ്ങളെയും ശമിപ്പിക്കട്ടെ. മരുന്നുകൾക്ക് ഫലം നൽകാനും ഡോക്ടർമാർക്ക് ശരിയായ അറിവ് നൽകാനും ഇടയാക്കണമേ. എൻ്റെ മനസ്സിനെ വേട്ടയാടുന്ന എല്ലാ ഉത്കണ്ഠകളെയും ഭയങ്ങളെയും മാറ്റണമേ. ശാരീരികവും മാനസികവുമായ പൂർണ്ണ സൗഖ്യം നൽകി അങ്ങയുടെ മഹത്വം വാഴ്ത്താൻ എന്നെ പ്രാപ്തനാക്കണമേ. ആമേൻ. രക്തം വിയർക്കുന്നതുവരെ ഭയത്തോടും മാനസിക വ്യതയോടും പ്രാർത്ഥിച്ച ഈശോയെ ധ്യാനിച്ച് നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്ന ഭയം, ഉറക്കമില്ലായ്മ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ശരീരത്തിലേറ്റ ആഴമുള്ള മുറിവുകളെ ധ്യാനിച്ച് നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ വേദനകളെയും, അസ്ഥിരോഗങ്ങൾ, മാരകരോഗങ്ങൾ, രോഗക്കിടക്കയിൽ സ്ഥിരമായി എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കുന്നവർ എന്നിവർക്കെല്ലാം വേണ്ടി നമുക്ക് സൗഖ്യം ലഭിക്കാൻ ഈശോയോട് പ്രാർത്ഥിക്കാം. കുടുംബ സംരക്ഷണവും ആത്മീയ നവീകരണത്തിനും വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. തിരുവചനങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 1:14 ഇവരെല്ലാവരും ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവിടുത്തെ സഹോദരന്മാരോടുമൊപ്പം ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ കഴികൂട്ടിയിരിക്കുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഭയന്നിരുന്ന അപ്പോസ്തലന്മാരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാവുകൾ ഇറങ്ങി വന്നു. ഭയം ധൈര്യമായി മാറി, തകർച്ചകൾ വിജയമായി മാറി. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ലായ്മ, ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങൾ, കുട്ടികളുടെ വഴിതെറ്റലുകൾ, ലഹരി പദാർത്ഥങ്ങളോടുള്ള അടിമത്തം, ദൈവമില്ലാത്ത ജീവിത രീതികൾ എന്നിവ വർദ്ധിച്ചു വരുന്നു. ഈ തകർച്ചകളിൽ നിന്ന് നമ്മുടെ ഭവനങ്ങളെ രക്ഷിക്കാൻ സെഹിയോനൂട്ടുശാലയിൽ പ്രാർത്ഥിച്ച അമ്മയുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിലും ആവശ്യമാണ്. അമ്മ പ്രാർത്ഥിക്കുന്നിടത്ത് ദുഷ്ടശക്തികൾക്ക് നിൽക്കാനാവില്ല. കുടുംബ സംരക്ഷണ എല്ലാവരും ചേർന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗാരോപിതയായ മാതാവേ, അങ്ങയുടെ വിമല ഹൃദയത്തിന് എൻ്റെ കുടുംബത്തെ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ വീടിന് ചുറ്റും അങ്ങയുടെ മാതൃസംരക്ഷണത്തിൻ്റെ മതിൽ തീർക്കണമേ. തിന്മയുടെ സകല ശക്തികളിൽ നിന്നും, കണ്ണേറുകളിൽ നിന്നും, ശാപങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. എൻ്റെ കുടുംബത്തിലെ വിള്ളലുകൾ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദുശീലങ്ങൾക്കും മദ്യത്തിനും മറ്റ് അഡിക്ഷനുകൾക്കും അടിമപ്പെട്ടിരിക്കുന്നവരെ അങ്ങയുടെ തിരുക്കരങ്ങളാൽ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ദൈവഭയവും പഠനത്തിൽ ശ്രദ്ധയും നല്ല കൂട്ടുകെട്ടുകളും നൽകണമേ. പരിശുദ്ധാത്മാവിധാനങ്ങളാൽ ഞങ്ങളുടെ ഭവനത്തെ അവിടുന്ന് അലങ്കരിക്കണമേ. ആമേൻ. ശരീരത്തോടും ആത്മാവോടും കൂടെ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ നമ്മുടെ കുടുംബങ്ങളും ലൗകിക ആസക്തികളിൽ നിന്ന് വിടുതൽ നേടി സ്വർഗീയ കാര്യങ്ങളെ ലക്ഷ്യമാക്കി ജീവിക്കാൻ പ്രാർത്ഥിക്കാം. മാതാവിനെ സ്വർഗീയ രാജ്ഞിയായി മുടിധരിപ്പിക്കുന്നത് മാതാവിനെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അണിയിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെയും ഹൃദയങ്ങളുടെയും രാജ്ഞിയായി അമ്മയെ പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി.
ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണാമയിയും സ്നേഹമയിയും മാധുര്യമേറിയോളുമായ കനികാമറിയമേ, ആമേൻ. സ്വർഗൗരോപതിയായ മാതാവിനോടുള്ള പ്രത്യേക ലുത്തിനിയാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമലോത്ഭവയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ട പരിശുദ്ധാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപത്തിൻ്റെ സകല കറകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായും മുടിതിരിക്കപ്പെട്ട പരിശുദ്ധാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കടബാധിതകളിൽ പെട്ടുഴലുന്നവരുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രോഗികളുടെ ആശ്വാസവും ആരോഗ്യവുമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബങ്ങളുടെ സംരക്ഷകയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരീക്ഷണങ്ങളിൽ ഞങ്ങൾക്ക് തണലായി നിൽക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മരണത്തിന് ഞങ്ങളെ സഹായിക്കുന്ന അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. സ്വർഗൗരോപതിയായ അമ്മേ, കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ അങ്ങയുടെ മാതൃസാന്നിധ്യത്താൽ ചിലവഴിക്കാൻ നൽകിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണുനീരും ആഗ്രഹങ്ങളും അങ്ങ് കണ്ടുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മേ, ഈ ലോകത്തിലെ ഞങ്ങളുടെ തീർത്ഥാടനം പൂർത്തിയാക്കുന്നതുവരെ അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. ഞങ്ങളുടെ കടങ്ങൾ മാറാനും രോഗങ്ങൾ സുഖപ്പെടാനും കുടുംബത്തിൽ സന്തോഷം നിറയാനും അങ്ങയുടെ മകനായ ഈശോയോട് ഞങ്ങൾക്കായി എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗീയ മഹത്വത്തിൽ അങ്ങയോടൊപ്പം സന്തോഷിക്കാൻ ഞങ്ങളെ ഏവരെയും അർഹരാക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മ നിങ്ങളെല്ലാവരും, നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ടുള്ളവർ, രോഗങ്ങളാൽ, സങ്കടങ്ങളാൽ, വിഷമതകളാൽ കഴിയുന്നവർ, അവരുടെ സാമ്പത്തിക ഭാരങ്ങൾ, രോഗം, ഉത്കണ്ഠ, ഇതൊക്കെയുള്ള എല്ലാവർക്കും നിങ്ങൾ ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയെ നമുക്ക് വലിയൊരു പ്രാർത്ഥന കൂട്ടായ്മയാക്കി മാറ്റാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഇതിനോട് ഒത്തുചേർന്ന് നമുക്ക് അണിനിരന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.